IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷിനെ കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ അന്വേഷണം നടത്തുന്നതിനു വേണ്ടിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. സുഗാന്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന സുഗാന്ത് കഴിഞ്ഞ മാസമാണ് കീഴടങ്ങിയത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, കസ്റ്റഡിയിൽ വാങ്ങിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കും? ധനിയ 2 ദിവസത്തേക്കാണ് തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായിട്ട് പോലീസ് വരും ദിവസങ്ങളിൽ IB ഉദ്യോഗസ്ഥയും സുഗാന്ത് സുരേഷും തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ എറണാകുളത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടിയ സ്ഥലങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതുപോലെ നിലവിൽ 2 കുറ്റങ്ങളാണ് സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റം, മറ്റൊന്ന് ബലാത്സംഗം. ബലാത്സംഗം നടത്തുമെന്ന് പറയുന്ന കാര്യത്തിലടക്കം ഈ പറയുന്ന പ്രതി സുഗാന്ത് സുരേഷിന്റെ ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്തേണ്ടതായുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് തന്നെ ഈ 2 സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ലൈംഗിക ശേഷി പരിശോധന കൂടി പോലീസ് നടത്തും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സുഗാന്ത് സുരേഷും IB ഉദ്യോഗസ്ഥയും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റും അതുപോലെ തന്നെ ടെലഗ്രാം ചാറ്റിലെ വിവരങ്ങളടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായിട്ട് പരമാവധി 2 ദിവസം കൊണ്ട് എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തന്നെയാണ്. ശരി.